ഫോട്ടോ ഭയങ്കരമായിട്ടും വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുക. വീണ്ടും വീണ്ടും നിങ്ങൾ ഇങ്ങനെ കല്യാണം കഴിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വർഷവും ഓർക്കാൻ പറ്റും അല്ലേ? പെട്ടെന്നാണ് എനിക്ക് നട്ടെല്ലിൽ ഒരു ട്യൂമർ വന്നതാണ്. ഒരു 23 വർഷമായി വീൽ ചെയറിലായിട്ട്. എങ്ങനെയായിരുന്നു കല്യാണം? പ്രണയ വിവാഹമായിരുന്നോ? പെട്ടെന്നായിരുന്നു എല്ലാം. ഞാൻ സമ്മതം മൂളേൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ആള് വന്ന് കണ്ടു. ഒരു മാസം കഴിഞ്ഞപ്പോഴും കല്യാണം കഴിഞ്ഞു. അച്ഛൻ്റെ സമാധാനത്തിന് ഞാൻ പെട്ടെന്ന് ഒരു സമ്മതം മൂളിയതാ. ഇത് ഒരിക്കലും നടക്കില്ല എന്നുള്ള ഒരു വിശ്വാസമായിരുന്നു സത്യം പറഞ്ഞ. എനിക്ക് ആലോചിക്കുന്ന സമയം ചേട്ടനെ കിട്ടിയിരുന്നെങ്കിൽ ഒന്നുകൂടെ ഒന്ന് റീതിങ്ക് ചെയ്തേനായിരുന്നു അല്ലേ? 6 മാസമായപ്പോഴേക്കും പ്രഗ്നൻ്റ് ആയി എന്ന് അറിഞ്ഞു. പക്ഷെ അച്ഛൻ ഹോസ്പിറ്റലായിരുന്നു. അച്ഛനെ പിന്നെ എന്നെ കാണാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് ശരിക്കും ആലോചിച്ചിട്ട് മതി കേട്ടോ, കല്യാണം കഴിഞ്ഞാൽ വരുന്നെങ്കിൽ എങ്ങനെയിരിക്കും, അപ്പം എനിക്ക് ഉപേക്ഷിച്ച് പോകാൻ പറ്റുമോ? അറിയുന്നവരിപ്പോൾ ചോദിക്കും കല്യാണം കഴിച്ചപ്പോൾ വല്ല പ്രശ്നമുണ്ടോ, അപ്പം കുട്ടികളൊക്കെ ആവോ, പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ കോവിഡ് വന്ന് മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒരുപാട് വിളിയായിരുന്നു. അച്ഛൻ അങ്ങനെയായിരുന്നു, എപ്പോഴും എൻ്റെ കൂടെ. അടുത്തിടെ വൈറലായ നവദമ്പതികളാണ് എന്നോടൊപ്പം ഉള്ളത്. പക്ഷെ അവർ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി. അവരിപ്പോഴും സോഷ്യൽ മീഡിയ നവദമ്പതികൾ എന്നാണ് വിളിക്കുന്നത് അല്ലേ ചേച്ചി? ചേട്ടാ നമസ്കാരം. നിങ്ങളുടെ ഈ ഒരു ഫോട്ടോ ഭയങ്കരമായിട്ടും വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുക. അപ്പോഴും ഞാനും ആലോചിച്ച്, ഓ ഞാൻ അറിയാതെ ഒരു ആൾക്കാർ കല്യാണം കഴിച്ചിരിക്കുന്നു. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ സ്ഥിരം നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ കല്യാണം കഴിച്ച് ഇങ്ങനെ വൈറലാകുമ്പോൾ പെട്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കും. ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ തപ്പിച്ചെന്നപ്പോഴാണ് അറിയുന്നത് 4 വർഷമായി. അവർക്കൊരു കുഞ്ഞുമുണ്ട്. ഹായ് പറഞ്ഞേ. ഹായ്. കക്ഷി ഭയങ്കര എന്താ പറയാ, ഭയങ്കര ആക്റ്റീവാണ്. അതുകൊണ്ട് നമ്മൾ സൈഡിൽ ജ്യൂസൊക്കെ കൊടുത്ത് ഒതുക്കിയിരിക്കുവാണ്. അതുകൊണ്ടാണ്. ചേച്ചിയുടെ പേര് ധന്യ. ധന്യ. ചേട്ടന്റെ പേര് ഗോപകുമാർ. ഗോപകുമാർ. അമ്മയുടെ പേര് സുശീല. സുശീല. നിങ്ങൾ കണ്ടിരുന്നോ ഫോട്ടോസ് ഒക്കെ? കണ്ടു. ഞാൻ അത്ര എല്ലാ വർഷം നവദമ്പതികളാവാം. അപ്പൊ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ അയക്കും, നമ്മളെ നല്ലതായിട്ട് അറിയാവുന്നവർക്ക് അറിയാലോ. അപ്പൊ അന്നേരം ഇങ്ങനെ രണ്ടു മൂന്ന് പല പല ഇതിൽ കണ്ടിട്ട് പലരും വിളിച്ചിട്ട് പറഞ്ഞു, ദേടി നിങ്ങളുടെ ഫോട്ടോ വന്നിട്ടുണ്ട്. അപ്പോഴാണ് അറിയണത്. പിന്നെ ചേട്ടൻ ഇടയ്ക്ക് നോക്കിയപ്പോൾ ചേട്ടനും ഒരു പ്രാവശ്യം ഇങ്ങനെ കണ്ടു. അപ്പൊ ദേ നമ്മുടെ ഫോട്ടോ ഇങ്ങനെ വന്നേക്കുക. പിന്നെ ഇത് എന്ത് ചെയ്യണം എന്നറിയില്ല. അപ്പോഴാണ് ഇങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് ചോദിച്ചപ്പോഴാണ് ഇങ്ങനെയാണ്. അതായത് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് പേജസ് ചെയ്യുന്നുണ്ട്. ഈ പേജസിന് ക്ലിക്ക് ബൈറ്റ് കിട്ടും അവർക്ക്. ക്ലിക്ക് ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മളൊരാള് ഓ സൂപ്പർ നിങ്ങൾ തീർക്കാൻ ചേട്ടന്റെ മനസ്സ് ചേച്ചിയുടെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇത് എഴുതും. അവരെ സംബന്ധിച്ച് ആ ഫോട്ടോയ്ക്ക് ക്യാഷ് കിട്ടും. അപ്പൊ അത് ഇന്ന് കല്യാണം കഴിച്ചതാണോ 10 വർഷം മുന്നേ കല്യാണം കഴിച്ചതാണോ അവര് നോക്കത്തില്ല. അങ്ങനെയാണ് നിങ്ങളും വന്നത് ആ ചാൻസിൽ. ചേച്ചിയുടെ കഥയൊക്കെ പറ. അതായത് നിങ്ങളുടെ ഈ കല്യാണം വീണ്ടും വീണ്ടും നിങ്ങൾ ഇങ്ങനെ കല്യാണം കഴിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വർഷവും ഓർക്കാൻ പറ്റും അല്ലേ? എങ്ങനെയായിരുന്നു കല്യാണം? പ്രണയ വിവാഹമായിരുന്നോ? അല്ല, അറേഞ്ച്ഡ് മാരേജ് തന്നെയായിരുന്നു. ലേറ്റ് ആയിട്ടുള്ള അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. എനിക്ക് പെട്ടെന്ന് വന്ന അസുഖമായിരുന്നു. അപ്പോൾ ഞാൻ ഓപ്റ്റോമെട്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു +2 കഴിഞ്ഞിട്ട് അങ്കമാലി ലിറ്റിൽ ഫ്ലവറിൽ. അപ്പോൾ പെട്ടെന്നാണ് എനിക്ക് നട്ടെല്ലിൽ ഒരു ട്യൂമർ വന്നതാണ്. അപ്പോൾ പിന്നെ അത് ട്രീറ്റ്മെൻറ്റൊക്കെ ആയിട്ട് സർജറി കഴിഞ്ഞു. അത് ഇച്ചിരി ക്യാൻസറസ് ആയിരുന്നു. അപ്പം അതിനും ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. അങ്ങനെ ഞാൻ ഇപ്പോൾ ഒരു 23 വർഷമായി വീൽ ചെയറിലായിട്ട്. 23 വർഷം. അതിൻ്റെ 19ാമത്തെ വയസ്സിലാണ് ഞാൻ വീൽ ചെയറിലായത്. പിന്നീട് നമ്മൾ വിവാഹം എന്നുള്ളൊരു ചിന്തയില്ലായിരുന്നു. അപ്പോൾ വിവാഹം പറയുമ്പോഴും ഇവിടെ ഞാൻ അമ്മയുടെ ഒക്കെ അടുത്ത് അമ്മയോട് ചോദിച്ചറിയാൻ വഴക്കും ബഹളമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇതിലിരിക്കുമ്പോഴാണ് അച്ഛന് വയ്യാണ്ടായി തുടങ്ങി. അപ്പോൾ അച്ഛന് ഭയങ്കര ടെൻഷൻ, ഭയങ്കര വിഷമായി. അങ്ങനെ ഇരിക്കുമ്പം ഇവരെപ്പോഴും പറയുമെങ്കിലും വേണ്ടെന്ന് പറഞ്ഞിരുന്നപ്പോൾ ഞാൻ എന്തേലും ചെയ്യുമെന്ന് പറഞ്ഞതാണ്. അപ്പം നമ്മുടെ നന്നായിട്ട് അറിയാവുന്ന ഒരു ഫാമിലി ഫ്രണ്ട് ചേട്ടനാണ് ഇങ്ങനെ ഒരു ആലോചന കൊണ്ടുവന്നത്. പെട്ടെന്നായിരുന്നു എല്ലാം പറഞ്ഞ്. ഞാൻ സമ്മതം മൂളേൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ആള് വന്ന് കണ്ടു. ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും കല്യാണം. ചേച്ചി ഇതിനകത്ത് ഈ ഫോട്ടോ പലയിടത്തും ഞാൻ 2-3 സ്റ്റോറീസ് ചെയ്തിട്ടുണ്ട്. വീൽ ചെയറിലായ ആൺകുട്ടികളുടെ സ്റ്റോറി ഞാൻ ചെയ്തിട്ടുണ്ട്. 2 സ്റ്റോറി ചെയ്തിരുന്നു പെൺകുട്ടികളെ. അപ്പൊ എല്ലാവരും പറയും ഇത് നേരെ മറിച്ചൊരു പെണ്ണാണെങ്കിൽ അവളെ സ്വീകരിക്കാൻ ആള് കാണുമോ? തരാം ജ്യൂസ് തരാം. അപ്പൊ ചോദിക്കുന്നത് നേരെ മറിച്ച് പെൺകുട്ടിയാണെങ്കിൽ ചെയ്യാൻ പറ്റുമോ, ആരെങ്കിലും ഒക്കെ ഉണ്ടോ? അങ്ങനെ അതുകൊണ്ടാണ് നിങ്ങളുടെ ഫോട്ടോ ഭയങ്കരമായിട്ട് ആഘോഷിച്ചത്. ഒരു വീൽ ചെയറിലായ പെണ്ണിന് ജീവിതം കൊടുത്ത അങ്ങനെയൊക്കെയാണ്. ഭയങ്കര നമ്മുടെ സൊസൈറ്റി എന്ന് വെച്ചാൽ ഭയങ്കര സഹാനുഭൂതിയോടെയാണ് ഇതിനെയൊക്കെ നോക്കിക്കാണുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ സഹാനുഭൂതിയോടെ അല്ല, അടിപൊളി ലൈഫ് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം. മനസ്സിലായോ? നമ്മൾ ഏത് അവസ്ഥയിലാണെങ്കിലും നമ്മളെ ആ ഒരു രീതിയിൽ സ്നേഹിക്കപ്പെടുക എന്ന് പറയുന്നത്. ചേട്ടൻ ഈ കല്യാണാലോചന വന്നപ്പോ എന്തായിരുന്നു മനസ്സിലാ? സത്യം പറഞ്ഞാൽ എന്റെ മനസ്സിൽ ഒന്നുമില്ലായിരുന്നു.
അങ്ങ് കെട്ടി. പെണ്ണ് വന്ന് കണ്ടു, അപ്പൊ അങ്ങ് കെട്ടി. ഞാൻ ലോട്ടറി കച്ചവടമായിട്ട് നടക്കുമ്പോഴാണ് ഈ ഫാമിലി ഫ്രണ്ട് എന്നോട് പറയുന്നത് ഇങ്ങനെ ഒരാളുണ്ട്. അപ്പോൾ ഞാൻ കണ്ണ് കാണാമെന്ന് വന്ന് കണ്ടു, സംസാരിച്ചു. ചടപടയെന്ന് കല്യാണമായിരുന്നു. ചടപടയെന്നായിരുന്നു കല്യാണം. ഓക്കെ. കല്യാണം കഴിഞ്ഞിട്ട് ഇത് ചേച്ചിയുടെ വീടാ? ചേച്ചിയുടെ വീട്. ചേട്ടന്റെ വീട്ടിലെ? എന്റെ വീട് ആലപ്പുഴ. ആലപ്പുഴ. ഇവിടെ അടുത്ത് തന്നെ? അടുത്ത് തന്നെയാണ് വീട്. അടുത്ത് തന്നെയാണ്. അവിടെ എങ്ങനെയാണ്, എല്ലാവർക്കും ഓക്കെ ആയിരുന്നോ ലൈഫ്? അവിടെ അച്ഛനും ഇളയ പെങ്ങൾക്കും ഓക്കെ ആയിരുന്നു. അമ്മയ്ക്കും മൂത്ത പെങ്ങൾക്കും പകുതി മനസ്സുണ്ടായിരുന്നു. കുഴപ്പമില്ല, എന്നാലും എന്റെ ഇഷ്ടത്തിനോട് കൂടെ നിന്നു. ആ ശരിയാണ്. നമ്മൾ ഈ സൊസൈറ്റിയിലാണ്, അങ്ങനെ അവർക്കൊരു മനസ്ഥിതി ഉണ്ടാവുമല്ലോ. ഇതിനാണ് വേണ്ടെന്നൊക്കെ കുറെ പേര് കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഈ കൂട്ടുകാര് ഈ പറഞ്ഞ ചേച്ചി പറഞ്ഞ പോലെ നിങ്ങൾ വന്ന് കണ്ടു, ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു. ഒരു പക്ഷെ ഒരു ആലോചിക്കാൻ സമയം ചേട്ടന് കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടെ ഒന്ന് റീതിങ്ക് ചെയ്തേനായിരുന്നു അല്ലേ? ആലോചന നമ്മള് കെട്ടിയതാണെങ്കിൽ നോക്കുന്നുള്ള ഉറപ്പ് കൊണ്ട് തന്നെയാണ് കെട്ടിയത്. ഈ കൂട്ടത്തിലുള്ള ഒരുപാട് പേര് ഇങ്ങനെ പറയും അങ്ങനെയാണ് ഇതാണെന്ന്. ചേച്ചിക്ക് അതുകൊണ്ടാണ് ഈ പറയുന്ന നമ്മളിങ്ങനെ ഒരു പ്രദർശന വസ്തു അല്ലെങ്കിൽ നമ്മളെ അങ്ങനെ ആക്കണ്ടെന്നുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നല്ലേ നമുക്ക് അങ്ങനെയല്ല. ഞാന് ഓൾറെഡി നമ്മൾ അങ്ങനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. പിന്നെ വീണ്ടും ഒരാൾക്കും കൂടി ഒരു ബാധ്യത, ഒരു ബുദ്ധിമുട്ടെന്നാണ് നമ്മൾ അങ്ങനെയുള്ള എല്ലാവരുടെയും മനസ്സിൽ അത് തന്നെ ആയിരിക്കുമല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത എനിക്ക് വിവാഹം എന്ന് പറയണതിനോടേ താല്പര്യം ഉണ്ടായില്ല. അങ്ങനെ പോയി പിന്നെ അച്ഛൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. അച്ഛൻ മരിച്ചിട്ട് 3 വർഷം, ഇപ്പോൾ 4 വർഷം ആവണം മാർച്ചിൽ. അപ്പോൾ അത് ഒരു ഭയങ്കര വിഷമമായിരുന്നു എനിക്ക്. അപ്പം അങ്ങനെയാണ് പിന്നെ പതുക്കെ എന്നാൽ എന്തേലും ആവട്ടെ. പിന്നെ എല്ലാവരും ഇങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞല്ലോ, ആൺകുട്ടികൾ ഞങ്ങൾ ഒരു ഗാനമേള ട്രൂപ്പുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ഉണ്ണിച്ചേട്ടൻ ഗാനമേള ട്രൂപ്പിലുള്ള. അപ്പം ഞങ്ങളെല്ലാവരും അതിൽ 3-4 പേരുടെ കല്യാണം കഴിഞ്ഞാൽ അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ പറയും, നീ കല്യാണം കഴിക്കുക, ഇതിനിപ്പോൾ എന്താ ആവശ്യം? നമുക്കൊരു പേടി. പക്ഷെ ഞാൻ പറയും, നിങ്ങളെപ്പോലെ അല്ല ഞാൻ. അപ്പോൾ നമുക്ക് ആണുങ്ങൾക്ക് സ്ത്രീകളെപ്പോഴും സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാകും. പക്ഷേ സ്ത്രീകളുടെ കാര്യം ഈ പറഞ്ഞ പോലെ ലോകം നമ്മളെല്ലാവരും അങ്ങനെയാണ് സൊസൈറ്റി ചിന്തിക്കുന്നതല്ലോ. അപ്പം അതുകൊണ്ടൊരു കഴിക്കാൻ എളുപ്പമാണ്, കഴിച്ച് കഴിഞ്ഞുള്ള കാര്യങ്ങളാണ് പാട്. അത് ചേട്ടൻ അതെ, നമ്മളിപ്പോ ഒറ്റയ്ക്ക് ജീവിച്ചങ്ങ് പോകുമ്പോൾ അത് നമുക്കൊരു ബുദ്ധിമുട്ടല്ല. പക്ഷെ കല്യാണം കഴിച്ചിട്ട് പിന്നെ ഒരു പ്രശ്നമായി, പിന്നെ വേണ്ടെന്ന് വയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് നമുക്ക് മാനസികമായിട്ട് നമ്മൾ തളർന്നു പോകും. അപ്പം അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് അതുകൊണ്ടൊക്കെയാണ് നമ്മൾ വേണ്ട. അത് കഴിഞ്ഞ് ചേട്ടൻ വന്ന് കണ്ടു കഴിഞ്ഞപ്പം കുറേ ഞാനിങ്ങനെ വന്ന് കണ്ട അന്ന് തന്നെ അപ്പോൾ ഓക്കെ എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിക്കണേ. അപ്പോൾ വീട്ടിൽ ഞാൻ പറയാം, നമുക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ വീട്ടിൽ എല്ലാവരും വേണ്ടെന്നല്ലേ പറയുള്ളൂ. ഇപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിലും എന്നോട് ഒരാൾ ഇങ്ങനെയാണെങ്കിൽ വേണ്ടെന്നല്ലേ സംസാരിക്കുള്ളൂ. അപ്പോൾ ഞാൻ അതുകൊണ്ട് പറഞ്ഞ് വീട്ടുകാരോട് ചോദിക്കാം ആദ്യം, എന്നിട്ട് മതി. അപ്പോഴും എല്ലാം ഓക്കെ. അപ്പം ഞാൻ ആദ്യം എൻ്റെ മൊത്തം അവസ്ഥകൾ പറഞ്ഞു, ഇതിക്ക് ഇങ്ങനെയാണ്. കാണുമ്പോൾ ഇങ്ങനെ നമ്മളിരിക്കുമ്പോൾ നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നും തോന്നില്ല, നടക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമുക്ക് അല്ലാത്ത കുറേ ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും ചേട്ടൻ ഓക്കെ അല്ല, എനിക്ക് ഉറപ്പാണ് ഞാൻ ഇത് കല്യാണം കഴിഞ്ഞാൽ വരണമെങ്കിൽ എങ്ങനെ ഇരിക്കും, അപ്പോൾ എനിക്ക് ഉപേക്ഷിച്ച് പോകാൻ പറ്റുമോ, അതുപോലെയാണെന്ന് ചിന്തിച്ചാൽ മതി. അങ്ങനെ ഒരു കല്യാണാലോചന വരുമ്പം കറുപ്പ് വെളുപ്പ് പല്ല് മോണ, സീരിയസ് ആയിട്ടാ പറയുന്നത്, കാല്, പിന്നെ മുടി, കഷണ്ടി, കോമ്പല്, ഇതൊക്കെ ഒരു പ്രശ്നമാണ്. കാരണം നമുക്ക് ഇഷ്ടമില്ല എന്ന് പറയാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ്. അത് പിന്നീടാണ് ഇപ്പം വളരെ ചുരുക്കം ആളുകളാണ് വളരെ ജെനുവിൻ ആയിട്ട് ഇത് മതി എന്ന് പറയുന്നത്. അപ്പം എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ കല്യാണം കഴിച്ചപ്പോൾ അമ്മയ്ക്ക് ഇത്തിരി പ്രത്യേകതയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ചോദിച്ചു, നീ എന്തിനാടാ അവളെ കല്യാണം കഴിച്ചെന്ന് ചോദിച്ചു. അന്നത്തെ കാലത്താണ്, അതൊരു 84-85 കാലഘട്ടത്തിലാണ് ഞാൻ പറഞ്ഞു കേട്ടോ. അന്ന് അച്ഛൻ്റെ ചേട്ടൻ പറഞ്ഞൊരു ഡയലോഗ്, അവർക്കും ആരെങ്കിലും ജീവിതം കൊടുക്കണ്ടേ, എനിക്കിഷ്ടമാണ് അവളെ, അവർക്ക് ആരെങ്കിലും ചെല്ലണ്ടേ. നമ്മളാണെങ്കിലും ഇപ്പം ചേച്ചിയാണെങ്കിലും കല്യാണം വേണമെന്ന് അച്ഛൻ പറയുമ്പോൾ ഒരു വശത്ത് വേദന ഉണ്ടാവാം, പേടി ഉണ്ടാവാം, മറുവശത്ത് ഉണ്ടെങ്കിൽ നല്ലതില്ലേ. ഇപ്പൊ ഞാൻ പറയാം, അമ്മയല്ലേ, അമ്മയ്ക്ക് എത്ര നാള് നമ്മള് എല്ലാവർക്കും എന്നല്ല, അമ്മേനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന ഒരാളല്ലേ. അമ്മയ്ക്ക് ഈ കല്യാണാലോചന വന്നപ്പോ ഓക്കെ ആയിരുന്നോ? അവരുടെ ഇഷ്ടം ഏതാണെങ്കിൽ എന്നുള്ള ഇതെല്ലാം കല്യാണം കഴിക്കണം. കാരണം നമുക്ക് എന്ന് നമ്മളിരിക്കുമല്ലോ, പിന്നെ അതിനൊരു ആശ്രയം വേണമെന്ന് നമുക്ക് ചിന്തയുണ്ടായിരുന്നു. അപ്പം ആലോചന വന്നു കഴിഞ്ഞപ്പം
രണ്ടുപേർക്കും തൃപ്തിയാന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമുക്ക് നമ്മളും ഓക്കെ ആയി. ചേട്ടന് ലോട്ടറി കച്ചവടമായിരുന്നോ? ലോട്ടറി കച്ചവടം കൊണ്ട് നടക്കുമായിരുന്നു ഞാൻ. നടക്കുമായിരുന്നു. പെങ്ങന്മാര് രണ്ടുപേരുണ്ട്. രണ്ട് പെങ്ങന്മാര്, രണ്ടുപേരും കല്യാണം കഴിഞ്ഞാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. ഓക്കെ. അപ്പൊ അത് സേഫ് ആയിരുന്നു, വീടും കാര്യങ്ങളും ഒക്കെ സേഫ് ആയിരുന്നു. അപ്പൊ ചേച്ചിക്കായിരുന്നു പിന്നീട് ഒരു ടെൻഷൻ മാത്രം ഉണ്ടായിരുന്നല്ലേ? അല്ല ചേച്ചി, നിങ്ങളൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആണ്. അതായത് നിങ്ങൾ രണ്ടുപേരും ഇപ്പം ഒത്തിരി പേര് കടന്നു വരുന്നുണ്ട് ഇതിലേക്ക്. സത്യം അതെ, ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് എന്നുവെച്ചാ ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എന്നോട് 2-3 പേര് വിളിച്ചു ചോദിച്ചിട്ട് കല്യാണം കഴിച്ചവരുണ്ട്. അപ്പൊ പെൺകുട്ടികളെ 2-3 പേരുണ്ടായിരുന്നു. അപ്പൊ അവര് ചേച്ചി എങ്ങനെയാ ചേച്ചി, കുഴപ്പമുണ്ടോ, അങ്ങനെ ഒത്തിരി സംശയങ്ങൾ അവർക്ക് സ്വാഭാവികമാണല്ലോ. അപ്പം നമുക്കൊരു അനുഭവത്തിൽ ഒരാള് ഉണ്ടെങ്കിലാണല്ലോ അവർക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ 2-3 പേര് ഇപ്പൊ കല്യാണം കഴിച്ചു. സന്തോഷം ചേച്ചി. ചേച്ചി ഇപ്പൊ ഇവിടെ വന്നപ്പോ മോനെ നമുക്ക് കിട്ടാത്തോണ്ടാണ് കേട്ടോ, അവൻ ഭയങ്കര വിചൃതി ആയതുകൊണ്ടാ. അവനെ കാണുമ്പോ ഭയങ്കര സന്തോഷമില്ലേ ചേച്ചിക്ക്? ഞാൻ പറയട്ടെ, നമുക്ക് വീൽ ചെയർ പല രീതിയിൽ വീൽ ചെയർ ആവുന്നുണ്ട്. അതായത് നട്ടലിന് ഇത് വന്നിട്ട് ചെറുതിലെ ആക്സിഡന്റ് പറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം, പിന്നെ ഈ SMV പോലുള്ള ചെറിയ ചെറിയ അസുഖങ്ങൾ വരുന്നു, അങ്ങനെയുള്ള ഒരുപാട് പേര് ഇങ്ങനെ ഇതാവുന്നുണ്ട്. ചേച്ചിയുടേത് ആ ഒരു തരത്തിൽ ഇപ്പം ക്യാൻസർ വന്നിട്ടാണ് ചേച്ചിക്ക് നട്ടലിന് പ്രശ്നം വന്നിങ്ങനെ ആയത്. അതിന് മുന്നേ വരെ ചേച്ചി നടന്നതാണ്, ചേച്ചി ലോകം ആസ്വദിച്ച ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെയുള്ള ചേച്ചിക്ക് ഇത്രയും പേടിയുണ്ട്, അതായത് കല്യാണം കഴിക്കാൻ. അപ്പൊ ഇത് ജന്മനാ കിടക്കുന്നവരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ക്യാമറ നോക്കി പറയണം, എല്ലാവർക്കും കിട്ടൂന്നല്ല, നമ്മൾക്ക് കിട്ടിയല്ല. നിങ്ങൾ ആക്ട് ആണെങ്കിൽ കല്യാണം കഴിക്കണം തന്നെയല്ലേ? അതെ, ഒരു കുടുംബജീവിതം നമുക്ക് ഇതുപോലെ നമ്മളെ നോക്കും എന്ന് ഉറപ്പുണ്ടാവണം. പക്ഷെ അത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ചേട്ടൻ എൻ്റെ അടുത്ത് 2-3 ഇങ്ങനെ പലരുടെയും കാര്യം പറഞ്ഞു. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ മുന്നേ നമ്മൾ ഇറങ്ങിയിട്ട് അതെങ്ങും അവരുടെ ജീവിതത്തിലെ ഒരു പരാജയമാണെങ്കിൽ അത് വലിയൊരു വിഷമമാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരാളോട് പറയാമെന്നല്ലാണ്ട് അത് തന്നെ സെലക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പലരും പറയും കാശിന് വേണ്ടിയിട്ടായിരിക്കും കിട്ടുന്നത്, അവൻ കാശ് തീർത്തി കഴിഞ്ഞാൽ ഇട്ടിട്ട് പോകും. നാട്ടിൻപുറം ഭാഷയാണ് ഇതൊക്കെ, അല്ലാണ്ട് എല്ലാം ചെയ്യണം എന്നല്ല. എന്നാൽ ചിലടത്ത് ചെയ്യുന്നുണ്ട്, ആരോഗ്യമുള്ളവർ ഇട്ടിട്ട് പോകുന്നു. അതായത് എഴുന്നേറ്റ് നടക്കുന്നവരെ കാശും പണം വെച്ചിട്ട് തട്ടിക്കുന്നു. ചേച്ചിയോട് ആരെങ്കിലും ചേട്ടൻ്റെ അല്ല അവൻ അങ്ങനെ പറ്റിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചേച്ചിയുടെ ഭാഗത്തുനിന്ന് സൗഹൃദങ്ങളിലോ ബന്ധുക്കൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞില്ല? അങ്ങനെയൊന്നും പറഞ്ഞില്ല. പിന്നെ എല്ലാവർക്കും പേടിയുണ്ട് ഉള്ളില്. അത് പക്ഷെ അങ്ങനെ വേണ്ടാന്നൊന്നും പറയില്ലല്ലോ. എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ട്. അങ്ങനെ പിന്നീട് പറയും, ഇങ്ങനെയാവുന്ന നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് പറയും. പിന്നെ മോൻ്റെ കാര്യമാണെങ്കിലും അച്ഛന് ഇപ്പം ഇങ്ങനെയുള്ള ആളാവുമ്പം സമൂഹത്തിൽ ഉള്ളതാട്ടോ. എന്നോട് ചോദിച്ചതാണ് ഒത്തിരി പേര്. ഇപ്പം ആൺകുട്ടികൾ കല്യാണം കഴിച്ചപ്പോഴും ഇപ്പോൾ ഞങ്ങൾ ഈ വീൽ ചെയറിലുള്ളവരുടെ ഒത്തിരി സംഘടനകളുണ്ട്. അപ്പം ഞാൻ റെഗുലറായിട്ട് ഈ എല്ലാ ക്യാമ്പുകളിലും പോണ ഒരാളാണ് ഇപ്പോൾ. അപ്പോൾ ഇപ്പം അറിയുന്നവരിപ്പോൾ ചോദിക്കും, കല്യാണം കഴിച്ചപ്പോൾ വല്ല പ്രശ്നമുണ്ടോ, അപ്പം കുട്ടികളൊക്കെ ആവുമോ, കുട്ടികളുണ്ടായാൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, അങ്ങനെ. അപ്പോൾ ഇന്നാൾ ഇങ്ങനെ ഞാനൊരു ക്ലാസ് എടുക്കാൻ പോയായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു പയ്യൻ, അവനെ ഇത് പാലിയേറ്റീവിൻ്റെ പ്രവർത്തിക്കാൻ വേണ്ടി. അപ്പോൾ എന്നോട് ചോദിച്ചു, ചേച്ചി അങ്ങനെ ഒരു ഇതുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല അങ്ങനെയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെയുള്ള എല്ലാവരും കുറേ പേര് കല്യാണം കഴിഞ്ഞവരാ, അവർക്ക് ഇപ്പോൾ കുട്ടികളുള്ളവരൊക്കെ. അപ്പോൾ അവർക്ക് അങ്ങനെയാണെങ്കിൽ അവർക്കിടെ അങ്ങനെ കാണണമല്ലോ. അത് അതൊക്കെ ദൈവം തരുന്നതാണ്. ഞാൻ ഈ കുഞ്ഞിലേക്ക് കൂടെ വരുന്നുണ്ട് ചേച്ചി. ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് റിസ്ക് ആയിരുന്നോ കുഞ്ഞെന്നുള്ള ഇത്? ഇല്ല, അതാണ് 6 മാസം കഴിഞ്ഞാണ് ഞാൻ പ്രഗ്നൻ്റ് ആയത്. അപ്പോൾ അച്ഛന് ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞില്ല, അമ്മ പിന്നീടാണ് ഇതൊക്കെ പറയണേ. ഡോക്ടറെ കാണണമെന്ന് ചോദിച്ചു. പക്ഷെ ഒന്നും ഉണ്ടായില്ല. 6 മാസമായില്ല, 6 മാസത്തിന് മുമ്പ് 6 മാസമായപ്പോഴേക്കും പ്രഗ്നൻ്റ് ആയി എന്ന് അറിഞ്ഞു. പക്ഷെ അച്ഛൻ ഹോസ്പിറ്റലായിരുന്നു. അച്ഛന് പിന്നെ എന്നെ കാണാൻ പറ്റിയില്ല. അതാ മുറ്റത്ത് നിൽക്കുന്ന ആളാ അച്ഛൻ. ദേ കണ്ടോ, പറഞ്ഞു തീർന്നില്ല, ദേ വന്നല്ലോ. അന്റെ അമ്മ വിളിക്കുന്നു, ഓടിച്ചല്ലേ. ഇതാണ് അച്ഛന്റെ രൂപത്തിൽ വന്ന ആള് അല്ലേ? അതെല്ലാരും പറയും, ഒത്തിരി സ്വഭാവം ഉണ്ട് അച്ഛൻ്റെ. അവന് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അപ്പോൾ കുഴപ്പമില്ല, എല്ലാം നോർമലായിരുന്നു. പിന്നെ ഡെലിവറി സിസേറിയൻ ആയിരുന്നു. ഡോക്ടറിനും ആദ്യം ചെന്നപ്പം മുതൽ ഡോക്ടർ സിസേറിയൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് പോയത്. നോർമലായിട്ട് പെയിൻ വന്നാണ് പോയത്. 8 മാസം പൂർത്തിയായപ്പോൾ ഉണ്ടായതാണ്.
പെയിൻ ചേച്ചിക്ക് സിസേറിയൻ ആണെന്ന് പറഞ്ഞല്ലോ. ഈ അത്രയും നാൾ ഈ വയറും വെച്ചിട്ട് ഈ ഒരേ ഇരിപ്പ് അത് ബുദ്ധിമുട്ടാണ്. വെച്ചാൽ നമുക്ക് കുറേ നേരം ഇരുന്ന് കഴിയുമ്പോൾ വയറ്, എനിക്ക് ഒത്തിരി വയറുണ്ടായില്ല, എന്നാലും ഇരിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ അവൻ മൂവ് ചെയ്ത് തുടങ്ങി കഴിയുമ്പോൾ മുകളിലേക്കൊക്കെ കയറി വരുമല്ലോ, അപ്പോൾ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ പതുക്കെ ഒന്ന് നമ്മൾ ഒന്ന് ബെഡിലാവുമ്പം പതുക്കെ ഒന്ന് നിവർന്ന് കഴിയുമ്പോഴേക്കും ഓക്കെ ആവും. എപ്പോഴും മുകളിൽ വന്നൊന്ന് കുത്തുമായിരുന്നു. പിന്നെ ആ സമയത്ത് കോവിഡും വന്നു, കോവിഡിൻ്റെ സമയത്തായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് കോവിഡും വന്നു. എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്, ഒന്നും പ്രശ്നമില്ല. എല്ലാവർക്കും ടെൻഷനായിരുന്നു. ഒരുപാട് ഇങ്ങനെ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ കോവിഡ് വന്ന് മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒരുപാട് വിളിയായിരുന്നു, കോവിഡാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളിപ്പോ ചിരിക്കുന്നു, അന്ന് നമ്മൾ എന്ത് ടെൻഷൻ കരയണ്ട, വിഷമിക്കണ്ട. ഇത് വിഷമിക്കാനുള്ളതല്ല കേട്ടോ, എന്നെ കൂടെ കരയിക്കില്ല, ഞാൻ ഭയങ്കര കരച്ചിലോളിയാ. അല്ല വേറെ ഒന്നുമില്ല, അച്ഛൻ്റെ കാര്യം പറയുമ്പേ അച്ഛൻ അങ്ങനെ ഒരാളായിരുന്നു. അച്ഛൻ എല്ലാ കാര്യത്തിനും, ഞാൻ പറഞ്ഞില്ല ക്യാമ്പുകളിൽ ഞാൻ ആക്റ്റീവായിരുന്നു. അപ്പോൾ അച്ഛനാണ് എന്നെ ക്യാമ്പിൽ, അത് അന്നൊന്നും ആദ്യം വന്നു കഴിഞ്ഞ് കുറേ കാലത്തേക്ക് നമുക്ക് സ്വന്തമായിട്ടല്ല ഞാനൊന്നും ചെയ്തിരുന്നത്. അപ്പോൾ എന്നെ എടുത്ത് കാറിൽ നിന്ന് എടുത്ത് വീൽ ചെയറിൽ ഇരുത്തുന്നതൊക്കെ അച്ഛനായിരുന്നു. ഇപ്പം ഞാൻ സ്വയം ഇറങ്ങാനും കയറാനൊക്കെ എനിക്ക് പറ്റും. അപ്പോൾ എപ്പോഴും എല്ലാവരും ഇപ്പോഴും പറയും നിൻ്റെ അച്ഛൻ അന്ന് എനിക്ക് 10-30 വയസ്സിനടുത്ത് 10-28 വയസ്സുണ്ട്. അപ്പോൾ അച്ഛനെ എടുത്ത് കൊണ്ടുവന്ന് കയറ്റുകയെന്ന് പറഞ്ഞാൽ അച്ഛന് അത്രയും പ്രായമുണ്ടല്ലോ. അപ്പോൾ അച്ഛൻ അങ്ങനെയായിരുന്നു. അച്ഛൻ എപ്പോഴും എൻ്റെ കൂടെ, അച്ഛനും അമ്മയും ഇപ്പം ഇങ്ങനെ ഒരവസ്ഥ വരുമ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ, നമ്മുടെ പുറകിൽ ചിരിക്കാൻ ഒരാളുണ്ടെങ്കിലേ നമ്മൾ മുന്നോട്ട് വരുവുള്ളൂ. അതിന് ഏറ്റവും വലിയ തെളിവാണ്. ഞാൻ എൻ്റെ അച്ഛനും അമ്മയും ചേച്ചിയാണെങ്കിലും എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. വർത്താനം പറയാൻ പാടില്ല, അവനോട് വർത്താനം പറയാൻ ഇഷ്ടമുള്ളൂ. ചേച്ചി ഇപ്പം ഗർഭമായ അവസ്ഥയില് പേടിയുണ്ടായിരുന്നോ കുഞ്ഞിന്റെ കാര്യത്തില്? ടെൻഷൻ ഉണ്ടായിരുന്നു. അത് സ്കാൻ ചെയ്തപ്പോഴും ഞാനിങ്ങനെ ഡോക്ടറിൻ്റെ മുഖത്തേക്ക് നോക്കും, ഡോക്ടറിൻ്റെ മുഖത്ത് എന്തെങ്കിലും ഭാവവ്യത്യാസം ഉണ്ടോ, എന്താ പ്രശ്നം എന്നൊക്കെ. അപ്പം ഡോക്ടർ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡോക്ടറായിരുന്നു. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, തൻ്റെ കുട്ടി നല്ല ആക്റ്റീവാണല്ലോടോ അതൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ കുഴപ്പമില്ല ഉണ്ടോ ഡോക്ടറെ എന്നൊക്കെ ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് ചോദിക്കും, നമുക്കൊരു ടെൻഷൻ ഉണ്ടല്ലോ. ഇല്ല ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ എല്ലാം നമുക്ക് വർത്താനം പറയാൻ വേണ്ടി ഇവര് വന്നേ. ആന്റിയുടെ അടുത്ത് വരാവോ വർത്താനം പറയാൻ? പേര് പറയാവോ? ഇങ്ങോട്ട് വന്നേ, പേര്. അപ്പൊ നീ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി റെഡി ആയിട്ട് നമുക്ക് രണ്ടുപേർക്കും വേറെ സ്ഥലത്ത് പോകും. ആളൊരു തരത്തിലും പറ്റണില്ല. അല്ല അത് കേൾക്കുമ്പോ ഭയങ്കര സന്തോഷമുണ്ട്. ആളുകൾക്കാണേലും ഇപ്പൊ ചേട്ടാ ഇപ്പം ഇങ്ങനെ കല്യാണമൊക്കെ കഴിച്ച വീൽ ചെയറിൽ, അപ്പൊ അവർ ആദ്യം പറയുന്നത് ഓക്കെ ഒരു കുഞ്ഞുണ്ടായ എന്ത് ചെയ്യുമെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്, കുഞ്ഞിന് അങ്ങനെ വരുമോന്ന്. ചേട്ടൻ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നേരിട്ടിട്ടില്ലേ? അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല ആരും. അങ്ങനെ ഒരു ചോദ്യം, അങ്ങനെ ഒരു ഇതിലേക്ക് പോയില്ല ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ സംസാരിക്കാനുള്ള ഒരു ആർക്കും അവസരം ഞാൻ കൊടുത്തില്ല. അല്ല അങ്ങനെയല്ല, വീട്ടുകാര് തമ്മിൽ ഇനി സംസാരിച്ചിട്ടുണ്ടോന്ന് അറിയാൻ പാടില്ല. ചേട്ടനെ കേക്ക് കേട്ടില്ല. ഞാൻ നമ്മളോട് അങ്ങനെ ആരും ചോദിച്ചില്ല, പറഞ്ഞൊന്നുമില്ല. എനിക്കും അങ്ങനെ ഒരു പേടിയില്ലായിരുന്നു. നമ്മളെല്ലാരും ഫോട്ടോയ്ക്കകത്ത് എല്ലാരും പറഞ്ഞ ആ മകന്റെ തങ്കപ്പെട്ട മനസ്സ്, അയാൾ നല്ലൊരു മനുഷ്യനാണ്, നല്ല സ്നേഹം. ആ ചേട്ടനെ ഇവിടെ കാണാൻ വരുമ്പോ ഇപ്പൊ അത്ര കെട്ടണം നാണോ ഇട്ടോണ്ടിരിക്കുന്നത്. മനസ്സിലായോ? കമന്റൊക്കെ അങ്ങനെയല്ലേ, ആ ചേട്ടന്റെ നല്ല മനസ്സ് എന്നൊക്കെ പറയുമ്പോ ചേട്ടൻ ഞാനിവിടെ ഒന്ന് വർത്താനം പറയാൻ നോക്കുമ്പോ ആദ്യമേ മൈക്ക് വെക്കാൻ നിന്നപ്പോ തന്നെ എന്നോടൊന്നും ചോദിക്കുന്നു, ഞാൻ സംസാരിക്കത്തില്ലെന്ന്. അങ്ങനെ സംസാരിക്കാൻ അങ്ങനെ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് സംസാരം കുറവാ. അതെ ചേട്ടന്റെ ജോലിയും ചേട്ടന്റെ സംസാരം ഒരേപോലെ. ചേട്ടൻ റേഷൻ കടയിലെ അളന്ന് നോക്കിയേ കൊടുക്കത്തുള്ളൂ, അളന്ന് നോക്കിയേ സംസാരിക്കത്തുള്ളൂ അല്ലേ ചേച്ചി? സംസാരം കുറവാ. ആദ്യമൊക്കെ ഞാൻ ഒത്തിരി വർത്താനം പറയുന്ന ആളെ, ഭയങ്കര ടച്ചൊക്കെ ചെയ്യും. അപ്പോൾ ചേട്ടൻ ആദ്യമൊക്കെ ഇങ്ങനെ സംസാരിക്കും, ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കും, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അതുമാതിരി കല്യാണം കഴിഞ്ഞിട്ട് ആ കല്യാണത്തിൻ്റെ ഞാൻ പറഞ്ഞല്ലോ 1 മാസത്തിനുള്ളിലായിരുന്നു കല്യാണം. അപ്പോൾ ആ 1 മാസം ഞാനിങ്ങനെ എനിക്ക്
ഇത് ഞാൻ പറഞ്ഞല്ലോ അച്ഛൻ്റെ സമാധാനത്തിന് ഞാൻ പെട്ടെന്നൊരു സമ്മതം മൂളിയതാ. അപ്പോൾ ഇത് ഒരിക്കലും നടക്കില്ല എന്നുള്ളൊരു വിശ്വാസമായിരുന്നു സത്യം പറഞ്ഞ എനിക്ക്. അപ്പോൾ ആള് വരും, കണ്ടിച്ച് പൊക്കോളും എന്നുള്ള മട്ടിൽ ഞാനിരുന്നു. അപ്പം അച്ഛൻ്റെ വിഷമം അങ്ങ് മാറിക്കോട്ടെ എന്നാണ് ഞാൻ ചിന്തിച്ചത്. അപ്പോൾ ഇത് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഞെട്ടലായിപ്പോയി. അപ്പോഴും ഞാൻ നടക്കില്ല, വീട്ടുകാർ സമ്മതിക്കില്ലല്ലോ സ്വാഭാവികമായിട്ടെന്നുള്ള ചിന്തയിൽ പിന്നെ അപ്പോഴും ഇവര് ഒരാഴ്ച കഴിഞ്ഞാന്ന് തോന്നുന്നു അല്ലേ വീട്ടിൽ നിന്ന് വന്നേ, 3-4 ദിവസം കഴിഞ്ഞപ്പോൾ വന്നു. അപ്പോൾ അവർ വന്ന് അപ്പോഴും ഓക്കെ പറഞ്ഞു. പിന്നെ ഞാനിങ്ങനെ ഇതങ്ങനെ പിന്നെ ഇത് ഉണ്ടാവില്ല എന്നുള്ള വിശ്വാസത്തിൽ പിന്നെ അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് ശരിക്കും ആലോചിച്ചിട്ട് മതി കേട്ടോ, ശരി ഞങ്ങളുടെ ഇതിൻ്റെ ഒരു കമൻറ്റിൽ ഞാനിങ്ങനെ പറഞ്ഞു. അപ്പം അതിന് ഒരു ഇതിനകത്ത് വന്നായിരുന്നു, അപ്പോൾ അതിലങ്ങനെ അവർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഞാൻ വിളിച്ചിട്ട് ഇത് തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്, ശരിക്കും ആലോചിക്കണം, നമുക്ക് എളുപ്പമാണ് ശരിയെന്ന് പറയാം, പക്ഷെ പിന്നെ അത് വേണ്ടായിരുന്നു എന്ന് തോന്നി അതെനിക്ക് ഭയങ്കരമായിട്ടൊരു ഷോക്കായിരിക്കും. അതിൽ നിന്ന് ചിലപ്പോൾ നമ്മളെ റിക്കവർ ആവാൻ പാടായിരിക്കും. അപ്പം ഞാൻ വളരെ പോസിറ്റീവായിട്ട് എല്ലാത്തിനും എടുക്കുന്നതാണ്. വേറെ ഒന്നല്ല കേട്ടോ, എൻ്റെ ചുറ്റുപാടും കൊണ്ടാണ്. ഇവിടെ എല്ലാം നമ്മുടെ അച്ഛൻ്റെ സഹോദരങ്ങളാണ് ഞങ്ങൾ ചുറ്റും താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ ചേച്ചി പിന്നെ ഞാനാണ് മൂത്തത് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാം അത് കഴിഞ്ഞിട്ടുള്ള പിള്ളേരാണ്. അപ്പോൾ ഇവരെല്ലാം എൻ്റെ കൂടെയായി എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഒറ്റപ്പെടൽ അല്ലെങ്കിൽ അങ്ങനെ കരയാനോ വിഷമിച്ചിരിക്കാനുള്ള അവസരമില്ല. ഇവർ ക്ലാസ് കഴിഞ്ഞ് വന്നാൽ ഫുൾ ടൈം എൻ്റെ അടുത്തായിരിക്കും. അപ്പോൾ എപ്പോഴും ഞാൻ ചിരിയും ബഹളം, എൻ്റെ സൗണ്ട് വെച്ചിട്ട് ഭയങ്കര. അപ്പോൾ ഇവിടെ പറഞ്ഞാൽ നിനക്ക് സ്കൂളിൻ്റെ അവിടെ കേൾക്കാലോടി എന്ന് പറയും, ചിരിയും ബഹളമായിട്ട് അങ്ങനെയായിരുന്നു. അപ്പോൾ എനിക്കതുകൊണ്ട് ഇനി അങ്ങനെ ഒരു വിഷമിക്കേണ്ട അവസ്ഥ വന്ന ഇതിൽ നിന്ന് നമ്മൾ ഓക്കെ ആയി, പക്ഷെ പിന്നെ യൂസ്ഡ് ആയി. വരുന്നതിൽ എന്തെങ്കിലും പറ്റിയാൽ നമുക്ക് ഭയങ്കരമായിട്ട് അതെ ഭയങ്കരമായിരിക്കും. ഞാൻ എൻ്റെ മുമ്പ് കല്യാണം കഴിച്ചവരോടും പറഞ്ഞു, ഞങ്ങളുടെ കൂടെ ഞാൻ പറഞ്ഞല്ലോ ഗാനമേള ട്രൂപ്പിൽ. അപ്പോൾ ശരത്ത് കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തലയ്ക്ക് സ്വരമില്ല, അവിടെ അച്ഛനും അമ്മയും അവന് കല്യാണം കഴിക്കാൻ, നിനക്ക് കല്യാണം കഴിച്ചാൽ എന്താ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അവൻ കല്യാണം കഴിക്കാൻ നേരത്തെ ഞാൻ അങ്ങനെ പറഞ്ഞു, എടാ നോക്കിയും കണ്ടൊക്കെ മതി കേട്ടോ വെച്ചാൽ പിന്നെ ഇപ്പോൾ ആ കൊച്ചിന് വന്നു കഴിയുമ്പോൾ പറ്റില്ല എന്ന് തോന്നിയിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിച്ച് കഴിഞ്ഞ് അങ്ങനെ ഒരു രീതി പറഞ്ഞാൽ, പക്ഷെ അവള് ഭയങ്കര വെടിക്കുക കേട്ടോ. പക്ഷെ എല്ലാവർക്കും ഒന്നും മനസ്സുണ്ടാവണം എന്നില്ല. അതിപ്പോ ഞാൻ ചേട്ടനെ ഇരുത്തിക്കൊണ്ട് ചേട്ടനെ പുകഴ്ത്തുന്ന ഒന്നുമല്ല. ഇപ്പൊ എന്നോട് ചോദിച്ചാൽ എനിക്കൊരു പക്ഷെ പറ്റിന്ന് വരില്ല. കാരണം വേറെ ഒന്നുമല്ല, ഞാനേ എന്നെ ചുമന്നുകൊണ്ടാണ് നടക്കുന്നത്, വീൽ ചെയറിലല്ലെന്നേ ഉള്ളൂ. ലൈക്ക് നമ്മുടെ ഭാരങ്ങൾ അത്രയുണ്ട്. നമ്മളെപ്പോഴും ഒരു റെസ്റ്റ്ലെസ് പ്ലേസ് ആണ് നോക്കുന്നത്. നമുക്ക് എപ്പോഴും അയ്യോ എനിക്കൊന്ന് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്ന സ്നേഹവും കരുണയും വാത്സല്യമൊക്കെ നമുക്ക് ഉണ്ടാവും. പക്ഷെ അത് ലൈഫ് ലോങ് എങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റുമെന്ന് എല്ലാവർക്കും പറ്റില്ല. അത് വളരെ കുറച്ച് ആളുകൾക്കേ പറ്റുള്ളൂ. അങ്ങനെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് ചേട്ടനും, മനസ്സിലായി. ഇപ്പം ഞാനും കുറെ പേരോടൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരും പറഞ്ഞു നമുക്ക് എല്ലാം കൂടെ നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ആലോചിക്കട്ടെ എന്നൊക്കെ. വീൽ ചെയർ ഒത്തിരി പേരുണ്ടല്ലോ, അങ്ങനെ വീൽ ചെയറുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. നമ്മൾ ഇങ്ങനെ കൂട്ടുകാരോടൊക്കെ ഞാൻ പറയാറുണ്ട്, പെണ്ണ് മതിയെന്നല്ല, അത് ആലോചിച്ചാലോന്ന്. നേരത്തെ പറഞ്ഞായിരുന്നു. അല്ല, ഞാൻ ഇവളുടെ എന്റെ കല്യാണം കഴിഞ്ഞ് ഞാനിങ്ങനെ ചോദിച്ചിട്ടുണ്ട്. മറ്റു പലർക്കും വേണ്ടിട്ട്, നിങ്ങളുടെ കൂട്ടായ്മയിലുള്ളവർക്ക് വേണ്ടിട്ട്. അപ്പൊ ചോദിച്ചപ്പോൾ എല്ലാവർക്കും പറ്റില്ല. അത് വേറെ ഒന്നല്ല, നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? നമുക്ക് ഒരാൾക്ക് വേണ്ടിട്ട് ഫുൾ ടൈം അവൈലബിൾ ആകാൻ പറ്റില്ല എന്നുള്ളതാണ്. വേറെ ഒന്നുമല്ല, പിന്നെ മനുഷ്യന്മാരല്ലേ, അത് വേറെ ഒന്നുമല്ല. ഈ പറയുന്ന പോലെ എല്ലാവർക്കും എല്ലായ്പ്പോഴും അറിയേണ്ടത് 1-2 കാര്യങ്ങളേ ഉള്ളൂ. അതല്ല നമ്മളെ സംബന്ധിച്ചുള്ള കാര്യം. അതൊരു പാർട്ട് ഓഫ് ലൈഫാണ്. അപ്പുറം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മനുഷ്യന്മാർക്ക് ബാക്കി 24 മണിക്കൂറും ഇതാണോ? അല്ല പറഞ്ഞതാ, അത് മാനസിക വലിപ്പം എന്ന് പറയാൻ. എനിക്കത് ഉണ്ടാവണമെന്നില്ല, പക്ഷെ എന്റെ ഒരു പ്രിയപ്പെട്ടവർക്ക് അത് വന്നാൽ എനിക്കത് ചെയ്യാതിരിക്കാനും പറ്റില്ല. പക്ഷെ അറിഞ്ഞുകൊണ്ട് വേറൊരാളെ, അതാണ് നമുക്ക് നമ്മളത് വിധി അങ്ങനെ ആയണമെങ്കിൽ നമ്മളതങ്ങ് ഓക്കെയാണ്. പക്ഷെ വിധി അത് എൻ്റെ വിധി ആക്കാൻ ആളുകൾക്കും ഞാൻ ചേച്ചിനെ എടുത്തിക്കൊണ്ട് പറഞ്ഞതോ ചേച്ചിനെ എടുത്തിക്കൊണ്ട് പറഞ്ഞല്ലോ. അതാണ് ഞാൻ ആ ഫാക്ട് മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. അതെ, നമ്മളെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ വീണ്ടും നിങ്ങൾ ഓരോ വർഷവും നിങ്ങൾ നവദമ്പതികളാണ്. ചേട്ടൻ കണ്ടിട്ട് അവരോടൊന്നും മെസ്സേജ് അയച്ചില്ലേ? ആ പേജിൽ അഡ്മിനോടൊന്നും മെസ്സേജ് അയക്കാൻ മേലായിരുന്നോ? ഒന്നും ചെയ്തില്ല. കണ്ടു. കൂട്ടുകാരൊക്കെ അയച്ചു തരാറുണ്ടോ ചേട്ടന്? അയച്ചു തന്നായിരുന്നു.
അയച്ചു തന്നായിരുന്നു. ഇനിയിപ്പോ നവദമ്പതികളല്ല, കുഞ്ഞിനെ വെച്ചിട്ടൊരു ഫോട്ടോ എടുത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞു കൊച്ചിൻ്റെ കൂടെ ഉള്ള ഒരു ഫോട്ടോ എടുത്തിട്ട് ആദ്യം കുറച്ച് നമ്മൾ കൊച്ചൊന്ന് ഇച്ചിരി ആയിട്ട് ഫോട്ടോ ഇടാൻ കുറേ നാളത്തേക്ക് ഞങ്ങൾ ഫോട്ടോ ഇട്ടില്ലായിരുന്നു, 3 പേരും കൂടെ ഉള്ള. പിന്നെ കഴിഞ്ഞ കുറച്ച് നാളുമ്പോൾ ചേട്ടൻ ഇട്ടു തോന്നുന്നു അല്ലേ, എല്ലാവരും കൂടെ ഒക്കെ ഉള്ള ഫോട്ടോ കൊച്ചുമായിട്ടുള്ള ഫോട്ടോ കുറവാണ്. എന്താണ് ഫേസ്ബുക്കിൽ ഒന്നും ചെയ്യാറില്ല. ആക്റ്റീവ് ആവും. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ നിങ്ങൾ കുഞ്ഞിന്റെ കൂടെ ഉള്ള ഒരു ഫോട്ടോ ഒക്കെ ഇട്ടാൽ ഒരുപാട് പേർക്ക് പ്രചോദനം. ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ എപ്പോഴെങ്കിലും കല്യാണം ആലോചിക്കുന്നവർക്ക് എനിക്കിങ്ങനെ അവർക്കൊരു പേടിയൊക്കെ ഉണ്ട്. ഈ പറയുന്ന പോലെ ലൈഫിൽ കുഞ്ഞാകുമോ, അവര് നമുക്ക് വീണ്ടും കിടപ്പിലാവും, അങ്ങനെ ഒരുപാട് ചിന്തകളുണ്ട്. അത് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നിങ്ങളുടെ ജീവിതം ഭയങ്കര ഇൻസ്പിറേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് എന്താണെങ്കിലും ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്ത് നല്ലൊരു സ്റ്റോറി എഴുതണം. മനസ്സിലായോ? നമുക്കേ നമ്മുടെ കഥ എഴുതാൻ പറ്റത്തുള്ളൂ. ഞാൻ എത്ര നിങ്ങളെ കുറിച്ച് വാഗൊണ്ട് പറഞ്ഞാലും ഞാൻ പറയുന്നതല്ല, നിങ്ങൾ പറയുമ്പോഴാണ് അതിന് ആത്മാവും ഒരു സോൾ ഉണ്ടാവത്തുള്ളൂ. അതിന് കുറെ കൂടെ ഒരു എന്താ പറയുക, ആളുകളിലേക്ക് ഇടിച്ചു കയറാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കാണാൻ വന്നതും. എന്തായാലും നിങ്ങളുടെ ജീവിതത്തിലെ 10 മിനിറ്റ് എനിക്ക് വേണ്ടി തന്നതിന് വളരെ സന്തോഷം. താങ്ക് യു.